നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഡബിൾ മല്ല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേട്ടോ. എന്തെടുക്കുന്നു? അടിപൊളിയാണ് ഇന്ന്. പക്ഷേ റെയിനുള്ള ദിവസമാണ് കേട്ടോ ഇന്ന് റെയിനുള്ള ദിവസമാണ്. കുറച്ചൊരു മൂടി എന്ന് പറയാം. പക്ഷെ നമുക്ക് സംബന്ധിച്ചിടത്തോളം നമുക്ക് ലീവ് ഡേ നമുക്ക് എപ്പോഴും നല്ലൊരു ദിവസം തന്നെയാണല്ലോ. സോ അത് വലിയ കാര്യമായിട്ട് ഞാൻ എടുക്കുന്നേ ഇല്ല. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സിറ്റിയിലെ മില്ലേനിയം ബ്രിഡ്ജ്, അതുപോലെ തന്നെ നമ്മുടെ സിറ്റിയിലെ തിയേറ്ററിൽ, അതൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡബിളിലേക്കാണ് പോകാൻ പോകുന്നത്. സിറ്റിയിലേക്ക് പോവുകയാണ് രാവിലെ തന്നെ. ചുമ്മാ ചടഞ്ഞുകൂടി വീട്ടിൽ നിന്നിട്ട് എന്ത് കാണിക്കാൻ അല്ലേ, നമുക്കിന്ന് കിട്ടിയ ആ ഒരു ലീവ് ഡേ നല്ല അടിപൊളിയായിട്ട് ചിലവഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ പോകാൻ പോകുന്നത് സിറ്റിയിലേക്കാണ് കേട്ടോ. സിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പോകണം. അപ്പം അവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ രാവിലെ തൽക്കാലം ഒരു കാപ്പി കുടിച്ചിട്ട് പതുക്കാനൊക്കെയാണെന്ന് വിചാരിച്ചു. പക്ഷേ അവന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാലൻസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ട്. അപ്പോൾ വെൽക്കം ടു മൈ വീഡിയോ. ഡബിൾ മല്ലു എന്നുള്ള ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, മസ്റ്റായിട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പ്രത്യേക എല്ലാവർക്കും ഒരു ഹായ് പറയുകയാണ്. നാട്ടിൽ മഴയും കാര്യങ്ങളൊക്കെയാണെന്ന് എനിക്കറിയാം. അപ്പം എല്ലാവർക്കും വലിയൊരു ഹായ് പറയുകയാണ്. അപ്പോൾ ഇന്ന് മഴ ഉള്ള ദിവസമാണ് കേട്ടോ. നല്ല മഴയുണ്ട് രാവിലെ തന്നെ. ഞാൻ കുടയൊക്കെ ചൂടിയിട്ടാണ് പോകാൻ പോണേ. ഇന്നൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. കുടയൊക്കെ ചൂടി ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. മഴ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് അല്ലേ അല്ലേ. മഴയുള്ളിടത്തും മഴയുള്ള സമയത്ത് നമ്മൾ പോയിട്ട് ഒരേ കാര്യങ്ങൾ എൻജോയ് ചെയ്യണം. അപ്പം അതിനുള്ള പുറപ്പാടാണ് ഇന്ന്. ഞാനിന്ന് നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിന്ന് ബസ് കയറാനുള്ള വേറൊരു ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ബസ് കയറാൻ പോകുന്നത് കേട്ടോ. സോ നമുക്ക് ഇന്നിപ്പോൾ അങ്ങോട്ട് പോകാം. കുടയൊക്കെ ചൂടി അടിപൊളിയായിട്ട് അങ്ങ് പോകാം. പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, നമ്മൾ ജോലി സമയത്ത് നമുക്ക് എപ്പോൾ 2 ദിവസത്തെ ഓഫ് കിട്ടുന്നു അന്നൊക്കെ ഒടുക്കത്തെ മഴയായിരിക്കും. നമുക്ക് മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് പോകാനോ ഒന്നും പറ്റത്തില്ല. അത് എപ്പോഴും ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞങ്ങളുടെ കൊളീഗ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇന്ന് 2 ദിവസം ഓഫ് കിട്ടിയോ 3 ദിവസം ഓഫുള്ള സമയത്ത് മിക്കപ്പോഴും വെയിലായിരിക്കും. പക്ഷേ ഈ 2 ദിവസം ഓഫുള്ള ദിവസങ്ങളിൽ മിക്കപ്പോഴും തന്നെ മഴയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് പോകാനൊന്നും പറ്റത്തില്ല. അയർലൻഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മഴയാണ് അല്ലെങ്കിൽ കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്ഥലത്തേക്കും പോകാതിരിക്കാനൊന്നും പറ്റത്തില്ല. ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഒരു പ്രത്യേക ടൈപ്പ് കാലാവസ്ഥയാണ് ഇവിടെ. ഫുൾ ടൈം എല്ലാ സീസൺസ് നമുക്കൊരു ഡേയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, പോകേണ്ടടുത്ത് നമ്മൾ പോയിരിക്കണം. ഇപ്പം എനിക്കൊരു പാട്ട് പാടാനൊക്കെ തോന്നുന്നുണ്ട്. മഴയേ തൂമഴയേ വാനം പെയ്യുന്ന പൂങ്കുളിരേ, വാനം പെയ്യുന്ന പൂങ്കുളിരേ, കണ്ടുവോ എൻ്റെ കാമുകിലേ. പൊളിപ്പാട്ടല്ലേ, മലയാളത്തിലെ അടിപൊളി ഒരു പാട്ടാണ്. ഹരിശങ്കർ അങ്ങാണ്ടം പാടി പാട്ടാന്ന് തോന്നുന്നു. പാട്ട് അടിപൊളി പാട്ടാണല്ലേ. അപ്പം പോയേക്കാം നമുക്ക് സിറ്റിയിലേക്ക് കേട്ടോ. ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുവാണ് ആക്ച്വലി. സോ പക്ഷേ ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഏകദേശം അരമണിക്കൂർ എടുക്കും ബസ് വരണമെന്നുണ്ടെങ്കിൽ. ഭയങ്കര സൗണ്ടാണ് കേട്ടോ, റോഡിൻ്റെ സൈഡാണ്. അതുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുവാണ് ബസ് വരാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മൾ ഏകദേശം സിറ്റിയിലുള്ള നമ്മുടെ മില്ലേനിയം ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നിർത്തി കാണുന്ന ഭാഗമാണ് നമ്മുടെ മില്ലേനിയം ബ്രിഡ്ജ്. സോ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. കാലാവസ്ഥയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. കുഴപ്പമില്ല. ഇച്ചിരി മഴയുണ്ടായിരുന്നു. ഇച്ചിരി ഒരു മേഘം എന്താ പറയുക, ക്ലൗഡ്സൊക്കെ ഉണ്ടെന്ന്. കാരണം ഒരു മഴയുടെ ആരംഭമൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ. ആദ്യം നമ്മൾ പോകുന്ന വഴിക്ക് മഴയായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മഴയില്ല. പക്ഷേ എന്നാലും നല്ലൊരു ദിവസമാണെന്ന് വിചാരിക്കുവാണ്. ഞാൻ കൊണ്ടുവന്ന് നല്ല കാണിച്ചു തരാം മില്ലേനിയം ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ സിറ്റിയിലെ ഒരു വലിയ ലാൻഡ്മാർക്കിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. ഇപ്പം ഈ പുറകിൽ കാണുന്ന ആ ഒരു ഭാഗമാണ് ആക്ച്വലി നമ്മുടെ ഞാൻ പറഞ്ഞ മില്ലേനിയം ബ്രിഡ്ജ്. മില്ലേനിയം ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. നല്ല പൊളി ഒരു ലുക്കും ഒക്കെ ഉള്ളൊരു ബ്രിഡ്ജാണ് കേട്ടോ. സോ ഇറ്റ്സ് അമേസിങ്. ഇവിടെ ഞാനിപ്പം നിൽക്കുന്ന ഈ പാലം നടന്നു കഴിയുമ്പോൾ ഇങ്ങനെ ശരിക്കും നമുക്ക് കുലുങ്ങുന്നതായിട്ട് അറിയാൻ പറ്റും. സോ നല്ല കുലുക്കമാണ് ഈ ഒരു പാലത്തിന്. പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സിറ്റിയുടെ നോർത്തായിട്ടുള്ള ഏരിയയാണ് നമ്മുടെ തൊട്ട് പുറകിൽ കാണുന്ന ഒരു ഭാഗം. അതും നല്ല അമേസിങ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്, എല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്കല്ലേ. എന്തായാലും ഞാൻ വന്ന ഈ ഒരു ദിവസത്തെ കാലാവസ്ഥ നല്ല അതാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വീഡിയോയിലൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. സോ നമ്മൾ ഇനി മില്ലേനിയം ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മില്ലേനിയം ബ്രിഡ്ജിലല്ല ഞാൻ നിൽക്കുന്നത്, ഇത് വേറൊരു ബ്രിഡ്ജാണ്. മില്ലേനിയം ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് ഞാൻ പറഞ്ഞ പോലെ നല്ല കുലുക്കമാണ് കേട്ടോ. നമ്മൾ നടന്നു കഴിയുമ്പോൾ നല്ല കുലുക്കമാണ്. ഒരു പ്രത്യേക ഒരു കുലുക്കമുണ്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പം. ഇനി നമ്മൾ ഈ ബാക്ക് സൈഡിലേക്കാണ് പോകാൻ പോകുന്നത്. താഴെ കാണുന്നതാണ് മില്ലേനിയം ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് പോകാൻ പോവുകയാണ്. അപ്പം നമുക്ക് പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് മില്ലേനിയം ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം സ്ട്രീറ്റ്സിൽ കൂടെ പോവുകയാണ്. ഇനി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് മില്ലേനിയം ബ്രിഡ്ജ് കാണാൻ പറ്റുള്ളൂ. സോ അങ്ങോട്ടാണ് പോകും. അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മില്ലേനിയം ബ്രിഡ്ജിൻ്റെ തൊട്ട് മുന്നേ ഉള്ളൊരു സ്ഥലത്താണ്. നമുക്ക് പുറകിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം ഒരു കപ്പൽ കിടക്കുന്നത്. നമ്മുടെ പഴയ രീതിയിലുള്ള
ഏറ്റവും ലൈക്ക് ഓൾഡ് രീതിയിലുള്ളൊരു കപ്പൽ. എനിക്ക് തോന്നുന്നു ഇത് ആർട്ടിഫാക്ട്സ് പോലുള്ള സാധനമാണെന്ന് തോന്നുന്നു. ഒരുപാട് ആളുകൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ആ കപ്പൽ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. ഇപ്പം ഞാനതിന് കയറുന്നില്ല. ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇനി ഒരു ദിവസം സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, വെരി ഓൾഡ് ആൻഡ് ട്രഡീഷണൽ അങ്ങനെയുള്ളൊരു ഷിപ്പാണ്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബ്രിഡ്ജാണ്, നമ്മുടെ മില്ലേനിയം ബ്രിഡ്ജാണ് തൊട്ട് പുറകെ കാണുന്നത്. ഇവിടുത്തെ വലിയൊരു ലാൻഡ്മാർക്കാണ് കേട്ടോ. സിറ്റിയിലെ വലിയൊരു ലാൻഡ്മാർക്കാണ് മില്ലേനിയം ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുപാട് നല്ല രസമാണ്. നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് കാണിച്ചത്. സോ ആ കാണുന്ന വൈറ്റ് നിറത്തിലുള്ളതാണ് നമ്മുടെ ഡബ്ലിനിലുള്ള മില്ലേനിയം ബ്രിഡ്ജ്. ഇപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല ഒരു തണുപ്പായി. മഴയില്ല എങ്കിൽ കൂടിയും തണുപ്പ് കയറിയിട്ടുണ്ട്. നമ്മൾ മില്ലേനിയം ബ്രിഡ്ജിലേക്ക് നടക്കാൻ പോവാണ്. അടുത്തെത്താറായിട്ടുണ്ട്. സോ നല്ല അടിപൊളിയൊരു സ്ട്രക്ചറാണ് കേട്ടോ. വലിയ ഒരു സ്ട്രക്ചറാണ്. ഞാൻ കാണിക്കാം, ഒന്നോടെ അടുത്തേക്ക് വന്ന് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ മില്ലേനിയം ബ്രിഡ്ജ്. പൊളിയല്ലേ? കുറച്ചും കൂടെ ഞാൻ നമ്മൾ വലുതായിട്ട് കാണാൻ പറ്റും. തൊട്ടടുത്താണ് നിൽക്കുന്നത്, പക്ഷെ ഞാനത് സൂം കുറച്ചിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പം അടിപൊളിയല്ലേ? ഇതാണ് നമ്മുടെ ലാൻഡ്മാർക്ക് മില്ലേനിയം ബ്രിഡ്ജ്. അപ്പോൾ നമ്മുടെ മില്ലേനിയം ബ്രിഡ്ജിൻ്റെ ഒരു ക്ലോസർ ലുക്കാണ് കേട്ടോ ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന പോലെ ഞാൻ ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ടാണ് കാണിക്കാൻ പോകുന്നത്. സോ ഈ കാണുന്നതാണ് മില്ലേനിയം ബ്രിഡ്ജിൻ്റെ ഏകദേശം ഒരു എന്താ പറയുക ക്ലോസർ ലുക്ക്. സോ നമ്മളിനി മില്ലേനിയം ബ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ജസ്റ്റ് അതിനുള്ളിൽ കൂടെ നടന്നിട്ട് വരാം. അപ്പോൾ നമ്മുടെ സിറ്റിയിലെ അടിപൊളി ബ്രിഡ്ജായ നമ്മുടെ എന്താ പറയുക മില്ലേനിയം ബ്രിഡ്ജിൻ്റെ അടുത്ത് വന്ന് മില്ലേനിയം ബ്രിഡ്ജൊക്കെ കൂടെ കയറി ഇറങ്ങിക്കഴിഞ്ഞു. അടിപൊളി ലുക്കാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ല വലിയൊരു ബ്രിഡ്ജാണ് കേട്ടോ. സോ പൊളിയാണ്.
സച്ച് എ മാസ്റ്റർ പീസ് നമ്മൾ ഒന്ന് കാണേണ്ട അല്ലെങ്കിൽ നമ്മൾ ഒന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഫുള്ള് മലയാളത്തിലാണ് പറയുന്നത്. ഞാൻ ഇന്ന് ഇംഗ്ലീഷ് എടുത്തില്ല. എന്താ പറയുക, മൊത്തം മലയാളത്തിൽ ഇരിക്കണമെന്ന് വിചാരിച്ചു. സോ ഇത് കഴിഞ്ഞിട്ടുള്ള വരുന്ന ലൊക്കേഷൻസ് നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്യുന്നതായിരിക്കും. കുറേ പേര് ഇംഗ്ലീഷ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും നല്ല അടിപൊളിയായിട്ട് ഈ ബ്രിഡ്ജ് കാണാൻ പറ്റി, വിച്ച് ഈസ് റിയലി ആൻ അമേസിങ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് കുറച്ചിങ്ങി പോകുന്നു. സോ ഇനി ഈ ഒരു കോസ്റ്റൽ നമ്മുടെ ഈ ലിഫി റിവറിൻ്റെ അടുത്തോടെ തന്നെ നമുക്ക് മുന്നോട്ട് കടന്നു പോകാൻ പറ്റും. കുറേ സ്ഥലങ്ങൾ കൂടെ കാണാൻ പറ്റും. സോ ഞാൻ മാക്സിമം നമ്മൾക്ക് കാണാൻ പറ്റുന്നിടത്തോളം കാണിക്കാം. സോ ചെറിയ ചെറിയ ബോട്ട്സ്, ഷിപ്സുകൾ അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ലിഫി റിവറിൻ്റെ അടുത്തുള്ള നമ്മുടെ മില്ലേനിയം ബ്രിഡ്ജിൻ്റെ കാഴ്ചകളൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. സോ നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ല കാലാവസ്ഥയായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഇത്. നല്ല എന്താ പറയുക, ഒത്തിരി അങ്ങ് മൂടി അല്ലെങ്കിൽ കൂടിയും കുറച്ച് മൂടിയായിരുന്നു. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഡ്രസ്സിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ലിഫി റിവറിൻ്റെ അടുത്തുള്ള മില്ലേനിയം ബ്രിഡ്ജ് വളരെ നന്നായിട്ട് തന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തതെന്ന് കരുതുവാണ്. അപ്പോൾ അത് ഉടനെ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത ലൊക്കേഷൻ ആയിട്ടുള്ള കത്തീഡ്രലിൽ പോകാൻ പറ്റും. ഏകദേശം 1 മണി കഴിഞ്ഞതിന് ശേഷമാണ് കത്തീഡ്രൽ ഓപ്പൺ ആവുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. സോ എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഹോപ്പ്ഫുള്ളി നമുക്കെല്ലാം കാണാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. സോ എന്തെങ്കിലും കാരണവശാൽ കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് വേറെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഹോപ്പ് യു വിൽ എൻജോയ്. അപ്പോൾ നമ്മുടെ ലിഫി റിവറിൻ്റെ അടുത്തുള്ള നമ്മുടെ മില്ലേനിയം ബ്രിഡ്ജിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അടിപൊളി പ്ലേസാണ്. നല്ലൊരു ലാൻഡ്മാർക്കാണ് ആക്ച്വലി നമ്മുടെ മില്ലേനിയം ബ്രിഡ്ജ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കാണിച്ചെന്ന് വിചാരിക്കുവാണ്. നമ്മളപ്പം ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഇവിടുന്ന് അടുത്ത ലൊക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെൻറ്റ് പാട്രിക്സ് ചർച്ചാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചാണ്. ആ ചർച്ചിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഏകദേശം ഒരു 1 മണിയോട് കൂടി ചർച്ച് തുറക്കുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അഥവാ ഒന്നും കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളോട് തന്നെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. സോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ താങ്ക് യു വെരി മച്ച്.
ഒരുപാട് ടിക്കറ്റ് എടുത്ത് കാണേണ്ട സ്ഥലങ്ങൾ നമുക്ക് സിറ്റിയിൽ പല പ്രമിസസിലുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ കാണുന്ന ഈ കപ്പൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തേണ്ട കാണേണ്ട സ്പേസ് ആണ് ആക്ച്വലി. സോ നമുക്ക് ഇനി വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഞാനത് ടിക്കറ്റ് എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇവിടെ മ്യൂസിയംസ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. സോ ഞാനിപ്പം പോരുന്ന വഴിക്ക് പല മ്യൂസിയംസും കണ്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു മ്യൂസിയംസിലൊക്കെ നമ്മൾ കയറണം എന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി ടിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ കയറുന്നത്. സോ ഇന്നിപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം മ്യൂസിയംസിലൊന്നും നമ്മൾ കയറുന്നില്ല. പക്ഷേ മോസ്റ്റ്ലി നമ്മൾ അല്ലാതെയുള്ള ലൊക്കേഷൻസ് പറ്റുന്ന രീതിയിൽ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് ആക്ച്വലി മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗമാണ്. എപ്പിക് എന്ന് പറയുന്ന ഒരു മ്യൂസിയമാണ് ഇവിടെ ഉള്ളത്. സോ അപ്പോൾ അത് എന്ത് മ്യൂസിയമാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് ചർച്ചിൻ്റെ അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് തിരിച്ച് വരാം. ഓക്കെ. അങ്ങനെ നമ്മുടെ സിറ്റിയിൽ നമ്മൾ കുഞ്ഞൊരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. സോ ഞാൻ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ഇന്നിപ്പം അവധിയുള്ള ദിവസം ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ നാളെ വർക്കിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ചെയ്ത് തീർക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. തുണി കളക്കാറുണ്ട്, ഭക്ഷണം ഉണ്ടാകാറുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എങ്കിൽ കൂടിയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു സിറ്റിയിൽ. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. സോ നമുക്ക് അടുത്ത നേരം വരെ സന്ധിക്കും. വണക്കം. ഓക്കെ, ബൈ. അപ്പോൾ വീടിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. നമ്മൾ തൊട്ടടുത്ത് എത്താറായി. ഇനി വീട്ടിൽ പോയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് കുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്യണം. പിന്നെ തുണി അലക്കാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.